എല്ലാവർക്കും SB അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ട റോളാണ്. അതിലേക്ക് വേണ്ട 4 സവാള അരിഞ്ഞെടുത്തത് നീളത്തിൽ, 4 മുട്ട, 1 കപ്പ് ഗോതമ്പ് പൊടി, മല്ലിയില വേപ്പില അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞെടുത്തത്, ഇഞ്ചിയും വെളുത്തുള്ളി. ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. നല്ലപോലെ കലക്കിയെടുക്കുക. നമ്മുടെ മാവൊക്കെ നല്ലപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇതേ ലൂസിൽ പാടും. നമ്മൾ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കണം അതേ രീതിയിലാണ്. ഇത്രയും ലൂസിലാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് മുട്ട ഒന്ന് ചിക്കി എടുക്കാൻ വേണ്ടിയാണ്. ഓരോ മുട്ടകളായി അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. നമ്മുടെ മുട്ടയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം പൊടി പോലെ വറുത്തെടുക്കണം. നമുക്ക് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. സവാളൊക്കെ വാടി വരുമ്പോഴേക്കും നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശയുടെ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ദോശ ചുട്ടെടുക്കാം. ഒരു 1.5 തവി പൊടിയാണ്, മാവാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇതുപോലെ നല്ലപോലെ പരത്തിയെടുക്കാം. ദോശ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിടാം. ദോശ റെഡിയായി. ഇതെടുത്ത് മാറ്റാം. നമ്മുടെ സവാള ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇത് പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി, മല്ലിയിലും വേപ്പിലയും എല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. സവാളൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണാണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണ് ഗരം മസാല. ഇത്ര ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ മുട്ട ചിക്കിയതിലും സവാളയിലൊക്കെ ആദ്യം ഉപ്പിട്ടതാണ്. ഒരു നുള്ളു കൂടി ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കി വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് നമ്മുടെ ദോശയിലേക്ക് ഇട്ടിട്ട് വേണം ബാക്കി കാര്യം ചെയ്യാൻ. നമുക്കിത് ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ വീതം ഇട്ടാൽ മതി. ഇതിൻ്റെ അറ്റൊന്നങ്ങനെ മടക്കി കൊടുത്തിട്ട് നല്ലപോലെ അമർത്തി വേണം അത് ഫില്ല് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പൊട്ടിപ്പോകും. നമ്മുടെ മുട്ട റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.